ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രതീക്ഷ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആദ്യം ഞാൻ പറയുകയാണ്. ഒരു ഫാമിലിയിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. ഒരു ഫാമിലിയിൽ നിങ്ങൾക്ക് മാത്രം കെയറും പ്രൊട്ടക്ഷനും ലഭിക്കുന്നില്ല. പരസ്പരം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള സഹോദരങ്ങൾക്കോ വീട്ടിലുള്ളവർക്കോ എല്ലാവർക്കും പരസ്പരം കെയറും പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കെയറും പ്രൊട്ടക്ഷനും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ കരുത്തുറ്റ രീതിയിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൊയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യം കയറുന്ന 5 വ്യൂവേഴ്സിന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആദ്യം കയറുന്ന 5 വ്യൂവേഴ്സിന് ചോദ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടേണ്ടതാണ്. അതിൻ്റെ ആൻസറുകൾ നെക്സ്റ്റായിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഈ 5 പേർ ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ വീഡിയോയ്ക്ക് താഴെ സെക്സ്പരമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. സെക്സ്പരമായിട്ടുള്ള ആൻസർ ഞാൻ കൊടുക്കുന്നതല്ല. കാരണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാനത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ളവർ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. ഈ സമൂഹത്തിന് തന്നെ വേണ്ടാത്തവർ തന്നെയാണ് അവരെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം കയറുന്ന 5 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാവുന്നതാണ്. ആ 5 ചോദ്യങ്ങൾക്കും ഒരൊറ്റ വീഡിയോയിലൂടെ ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കെയറും പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ലഭിക്കാത്ത പക്ഷം നിങ്ങൾ അവിടെ എന്താണ് നിങ്ങളുടെ മനസ്സിന് അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് അവിടെ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരുപാട് വിഷമം, സങ്കടം എല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ആരും നിങ്ങളെ ശ്രദ്ധിക്കാനില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാനില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യും, എന്നെ കേൾക്കാനായിട്ട് ആരുമില്ല, ഒരു സജഷൻ പറഞ്ഞു തരാൻ പോലും ആരുമില്ല. ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് കെയറും പ്രൊട്ടക്ഷനും ലഭിച്ച നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കും ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരുക. കാരണം എന്താണെന്നറിയോ? ഒരുപാട് സ്ട്രഗിളിംഗ് പോയിന്റിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് തീവ്രമായ അനുഭവങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവിടെ ഹാഡ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നേരെ വരുന്ന എതിരാളികളായാലും ലൈഫ് സിറ്റുവേഷൻസ് ആയാലും ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരുപാട് പ്രൊട്ടക്ഷനും കെയറും കിട്ടിയ ആളുകൾക്ക് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ വരും. കാരണം അവർ വേറെ ആളുകളുടെ കാരുണ്യത്താലും വേറെ ആളുകളുടെ ഇമോഷൻസ് പകർന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഒരിക്കലും അവർ ഒറ്റയ്ക്കല്ല അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് എതിരെ ഒരു പ്രോബ്ലം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ 1-2 മെമ്പേഴ്സിനെതിരെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലം എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതെങ്ങനെയാണ്? ചെറുപ്പം മുതൽ നിങ്ങൾ അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നുപോയി. നിങ്ങൾക്ക് ആരിൽ നിന്നും കെയറും പ്രൊട്ടക്ഷനും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആരുടെയും കെയറും സ്നേഹവും ലഭിച്ചിട്ടില്ല. വളരെയധികം മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സ് ഹാർഡ് ാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി വന്നു കഴിഞ്ഞു, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞു. അപ്പോൾ പക്ഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സിന് അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവർ മറ്റുള്ളവരുടെ കെയറിലും പ്രൊട്ടക്ഷനിലും ജീവിച്ച് അവരെ അത് ശീലിച്ചു പോയതാണ്. പക്ഷെ അവർ പെട്ടെന്ന് തളർന്നു പോകും, ഫ്ലോപ്പ് ആകും. അങ്ങനെ ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് ആരിൽ നിന്നും കെയറും പ്രൊട്ടക്ഷനും ലഭിച്ചിട്ടില്ല എന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് അവിടെ സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. മറ്റുള്ളവരില്ലെങ്കിൽ തന്നെ ജീവിതത്തിലെ എത്ര സ്ട്രഗിളിംഗ് പോയിന്റിലെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കരുത്ത് നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്നും നിങ്ങൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു എന്ന്, അതായത് നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അവിടെ നിങ്ങൾ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുണ്ടെങ്കിൽ ഞാനുള്ളൂ എന്ന് വിചാരിക്കാതിരിക്കുക. അങ്ങനെയല്ല, നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തനിയെ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. നമ്മൾ തനിയെ ചെയ്ത് ശീലിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫീലിങ്സിനെ, വികാരങ്ങളെ ശക്തമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിനെ ശക്തമാക്കാനും കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
തീർച്ചയായും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്, എത്രയധികം ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിലെയും ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ ശീലിച്ചെടുത്തിട്ടുള്ളതാണത്. എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം, മറ്റുള്ളവരുടെ സഹായം കൂടാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയത്വം വേണം, ഡിപ്പെൻഡൻസ് വേണം, ഹെൽപ്പിംഗ് മനോഭാവം വേണം, എല്ലാം വേണം. പക്ഷേ പൂർണ്ണമായി 100% മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾക്ക് തന്നെ എല്ലാം സ്വയം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ എപ്പോഴും സെൽഫ് സഫിഷ്യൻസി നിങ്ങൾ കൈവരിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.